ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഫിസ്ന ഫുഡ് ടേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് വന്നിട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വ്ളോഗൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ സന്തോഷമാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷം കൂടിയാണല്ലോ. അങ്ങനെ അവർ വന്നപ്പോൾ എനിക്കും അവരെ ഒരു വ്ളോഗ് എടുക്കാനായി. അപ്പോൾ വേറെ ആരുമല്ല, എൻ്റെ മാമിയും അപ്പാപ്പയും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മുൻപ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അന്ന് മോളെ കാണാനായിരുന്നു വന്നിട്ടുള്ളത്. പ്രസവ ടൈമിലായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പം മോളൊക്കെ വന്നല്ലേ, മോളും കുഞ്ഞൊക്കെ വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് അവളെയും കാണാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി നെയ്റോസ്റ്റും അതുപോലെ തന്നെ അതിലേക്ക് നല്ലൊരു ബാജിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്റോസ്റ്റിലേക്ക് ചട്നിയാണ് തയ്യാറാക്കല്, പക്ഷെ ഇന്ന് ഞാൻ ബാജിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് അതിന്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് ചൂടോടുക്കെ കഴിക്കുന്ന, കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങളൊക്കെ എണീറ്റ് വരുമ്പോൾ ആവശ്യത്തിന് മാത്രം ഇതേപോലെ ചുട്ടെടുക്കാവൂ. എന്നാലാണ് കേട്ടോ അധിക ടേസ്റ്റ്. നെയ്റോസ്റ്റ് ആകുമ്പോൾ ചൂടോടുക്കെ കഴിക്കുന്നതാണ് ഏറെ ഇഷ്ടം. അപ്പൊ ഇതുപോലെ കട്ടിയിൽ നെയ്റോസ്റ്റാക്കി എടുക്കുന്നത് ദീമോക്കാണ്. അവൾക്ക് ഇതേപോലെ നെയ്യൊക്കെ ആക്കി പഞ്ചസാര ഇട്ട് റോളാക്കി കഴിക്കുന്നതാണ് അവൾക്ക് വെജിമോനൊക്കെ ഏറെ ഇഷ്ടം കേട്ടോ. അപ്പൊ ഞാൻ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബാജിക്കറിയുടെയോ ഈ ദോശയുടെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകുക. അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഒന്നും ഞാൻ ഇത് കാണിക്കില്ല. അപ്പൊ ചിലവരൊക്കെ ഇങ്ങനെ കമന്റായി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ റെസിപ്പി ഒന്നും കാണിക്കാത്തതെന്ന്. അപ്പോൾ ഇത് തേങ്ങാപ്പാലിൽ വെച്ചുള്ള ചിക്കൻ കറി ഇതിന്റെ മുൻപ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗീ റൈസിന്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇത് ഉള്ളിയും തക്കാളിയും ചിക്കൻ കറിക്കുള്ള എണ്ണയിൽ നന്നായി വാട്ടിയെടുത്താണ്. ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വാട്ടിയതിന് ശേഷം എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും മുളകും അതുപോലെ തന്നെ മല്ലിപ്പൊടി അധികം ഇടണ്ട, ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, പെരുജീരകപ്പൊടിയൊക്കെയാണ്. ഗരം മസാലയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മസാലകള്. ഈ തക്കാളിയിലേക്ക് മസാലകളൊക്കെ ഇട്ട് നന്നായി വറുത്ത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഇതേപോലെ നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ.
ആ മസാലയൊക്കെ ഈ ചിക്കനിലോട്ട് പിടിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പാല് പ്യുവർ തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗീ റൈസിന്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ ഗീ റൈസ് തയ്യാറാക്കുന്നത്. അത് കണ്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഗീ റൈസ്. അപ്പം അതും ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളൊരു വീടിന്റെ സൈഡിലായിട്ടാണ് ഇത് അലക്കുന്നതൊക്കെ കഴുകുന്നതും ഒലുമ്പുന്നതും അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള ഒരു ബേസനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ പെട്ടെന്ന് അറിയാതെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വന്ന്. വേറെ ആരുമില്ല, എൻ്റെ ആപ്പാപ്പയും മാമയും. മുമ്പ് ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവര് മോളെ കാണാൻ വേണ്ടി, കുഞ്ഞിനെയും കാണാൻ വേണ്ടി അവര് വന്നതാണ്. സത്യം പറയുകയാണെങ്കിൽ ഇന്നത് സന്തോഷമായി. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരികയാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം കൂടിയാണല്ലോ. അങ്ങനെ അവർക്കായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അവർക്ക് ഞാൻ വെള്ളമാണ് കേട്ടോ കൊടുത്തത്. കാരണം കുറച്ച് ദൂരെ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ ഭയങ്കര വെയിലൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ചൂടായിരിക്കല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് ജ്യൂസ് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് ഒരുപാട് സംസാരിച്ച്, അതുപോലെ തന്നെ അവര് വന്നതിന് ശേഷം ളുഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇവരെ എപ്പോഴും കാണാറില്ല, വല്ലപ്പോഴാണ് കാണാറുള്ളത്. സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് കയറി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവര് നേരത്തെ തന്നെ ഒരു 4 മണിയായപ്പോൾ തന്നെ അവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ടോ. കാരണം അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് വൈകുന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ചായ വേണ്ട, എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാരങ്ങ വെള്ളവും പലഹാരമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ പോവുകയാണ് കേട്ടോ. അവർക്ക് നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ അവർ പറയായിരുന്നു എന്തായാലും ഒരു ദിവസം നമ്മളെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ. ഇൻഷാ അല്ലാ ഒരു ദിവസം പോവണം. അപ്പോൾ ഇവരെ വീട് വണ്ടൂരാണ് കേട്ടോ. വണ്ടൂര് വാണിയമ്പലത്താണ് ഇവരെ വീട്. അപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് കുറച്ച് അധികം തന്നെയാണല്ലോ ഇവരെ നാട്ടിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഇവര് നേരത്തെ തന്നെ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ റെസിപ്പിയും അതുപോലെ തന്നെ നല്ല നല്ല വ്ളോഗായിട്ട് ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.